ഇന്നും നാളെയും മറ്റന്നാൾ ചില കേന്ദ്രങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവസാനിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഏഷ്യാനെറ്റ് വീണ്ടും ഒരു സർവേയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിന് ശേഷം UDF അണികളാകെ വലിയ നിരാശയിലായിരുന്നു. ഇതിനു മുമ്പൊരു പ്രാവശ്യം ആ സമയത്ത് കേരളത്തിൽ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണമുണ്ടാവുമെന്ന ഒരു സർവേ ഏഷ്യാനെറ്റ് മുമ്പ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് UDFകാരും BJPക്കാരും ചേർന്നും ഒറ്റക്കുമൊക്കെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെടുത്തുകയും അപവാദ പ്രചരണങ്ങൾ, അസത്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തത്. മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തിയ ആ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് UDF ജയിക്കും എന്നായിരുന്നു. UDFൻ്റെ ഒരു തരംഗമാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ട് എണ്ണുന്നതിന് മുമ്പ് വരെ UDFകാർ പറഞ്ഞിരുന്നത്. അപ്പോൾ തോറ്റ് വലിയ രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന UDFന് നാലോ വോട്ടിൻ്റെ അല്ലെങ്കിൽ MLAമാരുടെ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്താൽ, നല്ല രീതിയിൽ ഒരു പിടുത്തം പിടിച്ചാൽ ഇടതുപക്ഷ ഇതൊക്കെയാണ് ആശയം ഉൽപ്പാദിപ്പിക്കുന്ന സർവേയുടെ ഒരു ഉള്ളടക്കം. അപ്പോൾ തുടർ ഗവൺമെൻറ് ഉണ്ടാവുമെന്ന്, നേരോ മാർജിനിൽ അങ്ങോട്ട് പോകുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും UDFന് ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ സർവേ സംഘടിപ്പിച്ചത്. അത് രാഷ്ട്രീയമാണ്. അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്വന്തം ശേഷി, കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ